എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല. എങ്കിൽ ഞാനൊരു കഥ പറയാം. മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥ. കഥയുടെ പേരാണ് ഒറ്റപ്പെടൽ. കാർ വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ നിർത്തി. കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി മുന്നോട്ട് നടന്നു. കൂടെ ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു. ആൾക്ക് അവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു. വലിയ മുറ്റവും താമരക്കോളും ഉള്ളൊരു വലിയ കെട്ടിടം. വൃദ്ധൻ എന്ന് പറയണ്ട, മുത്തശ്ശൻ എന്ന് പറയാം. അതാണ് ഉചിതം. മുത്തശ്ശൻ അവിടെ എല്ലാം അതിഷ്ടോടെ നോക്കി. തന്നെ എന്തിനായിരിക്കും ഇവിടെ കൊണ്ടുവന്നെന്ന് മുത്തശ്ശൻ മനസ്സിൽ ചിന്തിച്ചു. തന്റെ മകനെ കുറിച്ച് മുത്തശ്ശൻ അഭിമാനം കൊണ്ടു. ഓ, എത്ര മിടുക്കൻ! ആ റിസപ്ഷനിസ്റ്റിന്റെ മുന്നിലെത്തി. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, എന്താ പേര്, എത്രയാ വയസ്സ്? ചെറുപ്പക്കാരൻ മുറിച്ചു കൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛൻ, പേര് രാമൻകുട്ടി, വയസ്സ് 75. വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല. ഞാനും കുടുംബവും അങ്ങ് ദൂരെ ടൗണിലാണ് താമസിക്കുന്നത്. അവിടെയൊന്നും അച്ഛന് ശരിയാവില്ല. കൂടാതെ ബിപിയും ഷുഗറും ഒക്കെയുണ്ട്. ഇവിടെയാവുമ്പോൾ മിണ്ടാനും പറയാനും ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. എല്ലാം ശരിയെന്ന മട്ട് റിസപ്ഷനിസ്റ്റ് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ഏത് റൂമാ വേണ്ടേ? AC ആണോ നോൺ AC ആണോ? ഭക്ഷണം എന്താ വേണ്ടേ? വെജാണോ നോൺ വെജാണോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ അച്ഛന് ഒരു കുറവും വരുത്തിക്കൂടാ. ടിവിയും AC-യും ഒക്കെയുള്ള ഒരു റൂം തന്നെ വേണം. ഭക്ഷണം ആവശ്യത്തിന് കൊടുത്തേക്കണേ. പൈസ കൃത്യസമയത്തിന് എത്ര വേണമെങ്കിലും അയച്ചു തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ കാറിന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനായി. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അതുവഴി ഒരു ഫാദർ കടന്നുപോയി. ആ കെട്ടിടത്തിന്റെ ഓണർ. അദ്ദേഹം മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് ചേർത്തു പിടിച്ചുകൊണ്ട് എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെറുപ്പക്കാരൻ കാണുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും സാധനങ്ങളും എടുത്ത് ചെറുപ്പക്കാരൻ ഫാദറിനോട് ചോദിച്ചു, എന്റെ അച്ഛനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഫാദർ പറഞ്ഞു, അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നു ഒരു അനാഥ ബാലനെ ദത്തെടുത്തിരുന്നു. നിന്റെ അച്ഛനത് നിന്നോട് പറയരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല. നീ വിഷമിക്കണ്ട, സന്തോഷത്തോടെ പൊക്കോളൂ. നിന്റെ അച്ഛനെ നല്ല വണ്ണം ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാദർ മുന്നോട്ട് നീങ്ങി. ആ ചെറുപ്പക്കാരൻ താഴെ താഴ്ത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ മുന്നിലേക്ക് ചെന്നു. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? എന്തിനായിരിക്കും അയാൾ അച്ഛന്റെ മുന്നിലേക്ക് ചെന്നത്? അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു, തെരുവിൽ വലിച്ചെറിയുന്നു. അരുത്, ഒരിക്കലും അരുത്. വാർദ്ധക്യം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. നമുക്കേവർക്കും വരുന്ന ഒരവസ്ഥ. അതിനെ അവഗണിക്കരുത്. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ പീക്കു. ഇതേപോലത്തെ കൊച്ചു കൊച്ചു കവിതകളും കഥകളുമായി ഞാൻ വീണ്ടും വരും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.